എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ചക്ര വളരെ വളരെ പ്രാധാന്യപ്പെട്ടതാണ്. നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് അത് ഒരുപാട് സഹായിക്കും. ആ ചക്രയുടെ പേരാണ് ആജ്ഞാചക്ര. ആജ്ഞാചക്ര. ഇതിന് മൂന്നാം കണ്ണെന്ന് പറയും, നെറ്റിക്കണ്ണെന്ന് പറയും. എന്താന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയുടെ ഫ്രണ്ടില് നമ്മളത് കാണിക്കുന്നത് എവിടാന്ന് വെച്ചാൽ ഇവിടെ, അതായത് രണ്ട് പിരിയത്തിൻ്റെയും നടുക്ക് ശകലം മേളില്, രണ്ട് പിരിയത്തിൻ്റെയും നടുക്ക് ശകലം മേളില്. ചിലരൊക്കെ രണ്ട് പിരിയത്തിൻ്റെ നടുക്കായിരിക്കും പൊട്ട് വയ്ക്കുന്നത്. പക്ഷെ അതല്ല, കുറച്ചും ആജ്ഞാചക്രയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അത് സ്ഥിരീകരിച്ചിരിക്കുന്നത് ശകലം കൂടെ മേളിലാണ്. പക്ഷേ നമ്മുടെ നെറ്റിയുടെ നടുക്ക്. ഇത് ഇനിയും നമുക്കതിൻ്റെ ലൊക്കേഷൻ മനസ്സിലായില്ലെങ്കിൽ ഒരു ശിവന്റെ പടം എടുത്ത് നോക്കിയാൽ മതി. രണ്ട് കണ്ണിൻ്റെ നടുക്ക് നെറ്റിയിൽ നീളത്തിൽ അരക്കൺ തുറന്ന പോലെ, അരഭാഗം തുറന്ന പോലെ ഇരിക്കും. അതാണ് മൂന്നാമത്തെ കൺ. അത് ശിവനൊക്കെ എപ്പോഴുമേ തുറന്നിരിക്കും. നമുക്ക് അതിനെ അത് ആക്റ്റീവ് അല്ല ഇപ്പോൾ. ചിലർക്ക് ആക്റ്റീവ് ആയിരിക്കാം, ചിലർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങി കാണും, വൈബ്രേഷനൊക്കെ കാണുമായിരിക്കും. എന്നാലും പൊതുവെ നമുക്ക് അത്രയും ആക്റ്റീവ് അല്ല. അതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ആജ്ഞാചക്രയുടെ അതിൻ്റെ വർണ്ണന എങ്ങനെയാന്ന് വെച്ചാൽ, അത് രണ്ട് ഇതഴുകളുള്ളതാണ്, രണ്ട് പെറ്റൽസ്. ശിവന്റെ പടത്തില് നീട്ടത്തിലായിരിക്കും കണ്ണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ബാക്കി ഇതില് നമ്മള് ഗൂഗിളിൽ പോയി നോക്കിയാല് നടുക്കൊരു വട്ടവും ഈ രണ്ട് സൈഡിലും രണ്ട് ഇതൾ ഉള്ള പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു രൂപീകരിക്കുന്ന ഒരു രീതിയാണ് അവർ പറയുന്നത്. ഓക്കെ, അതൊന്ന്. പിന്നെ ഇവിടത്തെ ദൈവം എന്ന് പറയുന്നത് സദാശിവനും പാർവതിയ ദേവിയും. ആജ്ഞ, വിശുദ്ധി, അനാഹത, ഇത് മൂന്നിലുവേ ശിവനും പാർവതിയുമാണ് ഡെയ്റ്റീസ്. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് കരുനീലമാണ്. കരുനീലം, അതിന് ഇംഗ്ലീഷിൽ ഇൻഡിഗോ എന്ന് പറയും, അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ എന്ന് പറയും. നല്ല ഡാർക്ക് ബ്ലൂ, കരിനീലിച്ച കളറാണ് ഇൻഡിഗോ കളർ. പിന്നെ ഇതിൻ്റെ മന്ത്രം ഓം. ഈ ആജ്ഞാചക്രയെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള മന്ത്രമാണ് ഓം. ഓം. നമ്മൾ ഓം ചാൻഡിങ്, ഓം ചാൻഡിങ്, AUM ഏത് ശരി എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓമും പറയാം, ഔമും പറയാം. കൂടുതൽ ഇത് പ്രപഞ്ചത്തിനോട് വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്. അത് ഇങ്ങനെ പറഞ്ഞ് ഓം ആയിന്നേ ഉള്ളൂ. പക്ഷേ ഓം എന്ന് പറഞ്ഞാലും പ്രപഞ്ചത്തിന് മനസ്സിലാകും. അപ്പം ഓം എന്ന് പറയുന്ന മന്ത്ര പറഞ്ഞാൽ ആജ്ഞാചക്ര ആക്ടിവേറ്റ് ആകും. അപ്പം ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം ഓം അങ്ങനെ 1-2 പ്രാവശ്യം പറഞ്ഞുകൊണ്ടൊന്നും അല്ല നടക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഇനി ഞാൻ അതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നല്ല ഗ്രാഹ്യമുണ്ട് എന്നുള്ളത് എനിക്കും ബോധ്യമായി. അപ്പോൾ എത്ര പ്രാവശ്യം ഉരുവിടണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് നേരത്തെയും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. മിനിമം 1,00,000 പ്രാവശ്യമെങ്കിലും ഉരുവിടണം. ഓക്കെ, അതൊന്ന്. പിന്നെ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആജ്ഞാചക്ര ഈ പഞ്ചഭൂതങ്ങളിലൊന്നും ഉൾപ്പെട്ടതല്ല. അതായത് ഉൾപ്പെട്ടതെന്നല്ല, പഞ്ചഭൂതങ്ങളോട് കണക്ഷൻ ഉള്ളതല്ല. ഈ കണക്ഷൻ ഉള്ളതല്ല എന്ന് പറയുമ്പം അത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നോ അങ്ങനൊന്നും അല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ദേഹം തന്നെ പഞ്ചഭൂതങ്ങളാലായതാണ്, ഇല്ലയോ? അപ്പം പഞ്ചഭൂതങ്ങൾ വേറെ, ഈ ചക്രങ്ങൾ വേറെ, അങ്ങനെ എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് അക്കാലത്തെ ആൾക്കാർ, നമ്മുടെ ഋഷികളും മുനികളും ഒക്കെ
ഓരോ ചക്രാസിനെ ഓരോ എലിമെന്റോടെ കണക്ഷൻ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അപ്പം മൂലാധാരം ഭൂമി, മൂലാധാരം എന്ന് പറയുന്നത് ഭൂമി, സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത് വെള്ളം, മണിപൂരകം എന്ന് പറയുന്നത് തീ, അടുത്തത് അനാഹതം എന്ന് പറയുന്നത് കാറ്റ്, വായു, അടുത്തത് ഇത് മിഡിൽ ഫിംഗർ, ഈ ഫിംഗർ, ഇത് എന്ന് പറയുന്നത് വിശുദ്ധി. ആ കണക്കിൽ നോക്കുമ്പം ഈ ആജ്ഞാചക്ര, വിശുദ്ധിക്ക് അടുത്തത് ആജ്ഞാല്യം, ആജ്ഞാചക്ര ഏത് പഞ്ചഭൂതങ്ങളോടെയും കണക്റ്റഡ് അല്ല എന്നുള്ള ആ അർത്ഥത്തിലാണ് പറയുന്നത്. മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആജ്ഞാചക്രയുടെ വർണ്ണനകൾ. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ, എല്ലാ ചക്രാസിൻ്റെയും ലൊക്കേഷൻ നമുക്ക് ഒരുവിധം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ആജ്ഞാചക്രയുടെ ലൊക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബോഡിയുടെ ഫ്രണ്ടിൽ ഓരോ ചക്രാസിനെയും നമ്മളിങ്ങനെ തൊട്ട് കാണിക്കുന്നു. മൂലാധാരം തൊട്ട് കാണിക്കാൻ പറ്റില്ല, ബാക്കി സ്വാധിഷ്ഠാനം താഴെ ഉണ്ട്, പിന്നെ ബുക്കിൾ ഭാഗത്താണ് മണിപൂരകം, പിന്നെ ഈ നെഞ്ച് സെൻറ്റർ, നെഞ്ചിൻ്റെ നടു ഭാഗത്താണ് അനാഹത, പിന്നെ തൊണ്ടക്കുഴിയിലാണ് വിശുദ്ധി. അങ്ങനെ പറയുമ്പം ആജ്ഞാചക്ര എന്ന് പറയുന്നത് ഇവിടെ. പക്ഷേ ശരിക്കുമുള്ള ആജ്ഞാചക്ര എന്ന് പറയുന്നത് അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ്. അതായത് ഈ ബാക്കിയുള്ള 5 ചക്രാസിനെയും നമ്മൾ സുഷുമ്ന നാഡിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും ആജ്ഞാചക്രയും സുഷുമ്ന നാഡിയിലാണ്. പക്ഷെ അതിൻ്റെ ശരിക്കുമുള്ള ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും. അതായത് നമ്മുടെ ബ്രെയിൻ തലച്ചോറ് എടുത്താൽ അതിനെ 2 ഭാഗങ്ങളായിട്ടാണ്, റൈറ്റ് സൈഡ് ബ്രെയിൻ, ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ഉണ്ട്. അത് പല സ്ഥലത്തും അതിനെ അങ്ങനെ തന്നെ പ്രയോഗിക്കാറുണ്ട്, അതിന് പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം ഇതിനെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തോളുക, ഉരുളക്കിഴങ്ങിനെ നടുക്ക് കീറുക, അപ്പം 2 ഭാഗം കിട്ടും, 2 പോർഷൻ കിട്ടും. അതാണ് റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബ്രെയിൻ എന്ന് വെച്ചോളൂ. അങ്ങനെ വിചാരിക്കുമ്പം ഈ 2 ഹെമിസ്ഫിയറും ചേരുന്നില്ല. ഈ 2 ഹെമിസ്ഫിയറും ചേരുമ്പം അതിൻ്റെ നടുക്ക്, അതായത് മേളീന്നും താഴേന്നും സൈഡീന്നും നോക്കുമ്പം നടുക്ക്, ഈ നടുക്ക് എന്ന് പറയുന്നതിന് ചില നടു സെൻറ്റർ എന്ന് പറയും. നടുക്ക് എന്ന് പറഞ്ഞാലും സെൻറ്റർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. പക്ഷേ അതെന്തുകൊണ്ടാണ് നടു സെൻറ്റർ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്ക് കൃത്യം സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ. അല്ലേ, ഒരു ചെറിയ നെൽമണി സൈസിന് ഒരു ഗ്ലാൻഡ് ഉണ്ട്. ഓക്കെ. ആ ഗ്ലാൻഡിൻ്റെ പേരാണ് പീനിയൽ ഗ്ലാൻഡ്. അപ്പം ഈ പീനിയൽ ഗ്ലാൻഡ് ആണ് നമ്മുടെ ആജ്ഞാചക്രം. അപ്പം പീനിയൽ ഗ്ലാൻഡ് എവിടെ ഉണ്ട്? തലച്ചോറിൻ്റെ നടുഭാഗത്ത് സെൻറ്ററിലുള്ളതാണ് പീനിയൽ ഗ്ലാൻഡ്. അപ്പോൾ അതിനിപ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് തലച്ചോറ് തൊട്ട് കാണിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഈ ഭാഗത്ത് വരുമ്പം ഇവിടെ അതിൻ്റെ പേരാണ് ആജ്ഞാചക്രം. ഇവിടെയാണ് നമ്മൾ കാണിക്കുന്നത് ആജ്ഞാചക്രം. ഓക്കെ. അങ്ങനെ ഇവിടെ ഉള്ള ആജ്ഞാചക്രയുടെ ലൊക്കേഷനാണ് ബ്രെയിനിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഉള്ളത്. ഓക്കെ. ഇതിനെ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നു, ചിലർ പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയും. ഇതിലൊന്നും വലിയ കാര്യമില്ല, പ്രൊനൗൺസിയേഷൻ എങ്ങനെ വേണമെങ്കിലും ആവാം. ഒരു പേര്, ഇതൊരു നൗണാണ്, ഒരു പേരാണ്. ഒരു പേരാകുമ്പം പീനിയൽ ഗ്ലാൻഡ് എന്നും പറയാം, പൈനിയൽ ഗ്ലാൻഡ് എന്നും പറയാം. അതിൻ്റെ പീനിയൽ അല്ലെങ്കിൽ പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഇത് ഈ പൈൻ ട്രീസ് ഉണ്ട്, ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. പൈൻ ട്രീസ് ഉണ്ട്. ആ പൈൻ ട്രീയുടെ കോണുണ്ട്. ഈ പൈൻ ട്രീക്ക് പൂക്കളില്ല, അതിന് പകരം അതിൻ്റെ കോണാണ് ഇത്. ഇതിന് പേരാണ് കോൺ എന്ന് പറയും. അപ്പം ഈ കോൺ സൈസിലല്ല, ഈ കോണിൻ്റെ ഷേപ്പിൽ, ഇങ്ങനെ ഈ കോണിൻ്റെ ഷേപ്പിലിരിക്കുന്നതിനാണ് അത് പീനിയൽ ഗ്ലാൻഡിൻ്റെ ഷേപ്പ്. അതുകൊണ്ടാണ് അതിനെ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. വെച്ചിട്ട് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇതാണ് അതിൻ്റെ ലൊക്കേഷൻ. പിന്നെ
ഈ പീനിയൽ ഗ്ലാൻഡിനെ അത്രയും പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ പീനിയൽ ഗ്ലാൻഡാണ് ഈ ആജ്ഞാചക്രം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഇത് നമ്മളെ സ്പിരിച്വൽ ഗ്രോത്തിൽ ഒരുപാട് നമ്മളെ സഹായിക്കും. മനസ്സിലായോ? സോ സ്പിരിച്വൽ ഗ്രോത്തിൽ ഇരിക്കുന്നവർക്ക്, അതായത് ആത്മീയതയിൽ പോകുന്നവർക്ക് ഈ ആജ്ഞാചക്രനെ ഫസ്റ്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. പിന്നെ അതിനെ പെർഫെക്റ്റ് ചെയ്യണം. ഇപ്പം ആക്ടിവേറ്റ് ചെയ്യണം, പെർഫെക്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് പുറയിൽ നോക്കാം. അപ്പം ഈ പീനിയൽ ഗ്ലാൻഡിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ആത്മാവ് ഇരിക്കുന്ന സ്ഥലമാണ് ഈ പീനിയൽ ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ ആത്മാവ് സ്ഥിരീകരിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ഈ തേർഡ് ഐ അല്ലെങ്കിൽ ആജ്ഞാചക്രം. അപ്പം ഇതിൻ്റെ ജോലി എന്തുവാ? പീനിയൽ ഗ്ലാൻഡിൻ്റെ ജോലി എന്തുവാ? പീനിയൽ ഗ്ലാൻഡിൻ്റെ ജോലി എന്ന് പറയുന്നത് ഇറ്റ് സെക്രീറ്റ്സ് എ ഹോർമോൺ. അതായത് അത് ഒരു ഹോർമോണിനെ ഉണ്ടാക്കുന്നു. ആ ഹോർമോണിന്റെ പേരാണ് മെലറ്റോണിൻ. ഈ മെലറ്റോണിൻ എന്നുള്ള ഹോർമോൺ എപ്പോൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് ഇരുട്ടത്താണ് ഉണ്ടാകുന്നത്. അതായത് ഇരുട്ടത്ത് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ലൈറ്റൊക്കെ അണച്ച് രാത്രി കിടക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴാണ് ഈ പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആകുന്നത്. അപ്പോഴാണ് ഈ പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആകുമ്പോഴാണ് അത് ഈ മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ ചുരക്കുന്നത്. അപ്പോൾ ഈ മെലറ്റോണിൻ ഹോർമോണാണ് നമ്മളെ നല്ല ഉറക്കത്തിലോട്ട് കൊണ്ടുപോകുന്നത്. അതൊരു ജോലി. രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് ഈ മെലറ്റോണിൻ ഹോർമോണാണ് നമ്മുടെ ദേഹത്തുള്ള സർക്കാർഡിയൻ റിതം എന്ന് പറയും. ഈ സർക്കാർഡിയൻ റിതം എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് വെച്ചാൽ ഈ 24 മണിക്കൂറിൽ 12 മണിക്കൂർ ഡേ ടൈം, 12 മണിക്കൂർ നൈറ്റ് ടൈം. ഇത് 12 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് മാറി മാറി വരുന്നില്ല, അതൊരു സൈക്കിളാണല്ലോ. അപ്പം ആ സൈക്കിളിനെ നമ്മുടെ ദേഹത്ത് റെഡിയാക്കുന്നത്, അതായത് നമ്മുടെ ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി റെഡിയാക്കുന്നതിന് പേരാണ് ഈ സർക്കാർഡിയൻ റിതം എന്ന് പറയുന്നത്. ഈ സർക്കാർഡിയൻ റിതം എന്ന് പറയുമ്പം അതിനെ സാധാരണ ഭാഷയിൽ പറയുവാണെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക്. ഇപ്പം നമുക്കൊരു ക്ലോക്ക് ഉണ്ട്, അത് 12 മണിക്കൂറിൻ്റെ ക്ലോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ 24 മണിക്കൂറിൻ്റെ ക്ലോക്ക് ആയിരിക്കാം. അത് നമുക്ക് സമയം കാണിക്കുന്നു ഇല്ലേ? അതുപോലെ ഈ നമ്മുടെ ദേഹത്ത് ഒരു ക്ലോക്ക് ഉണ്ട്, അതിൻ്റെ പേരാണ് ബയോളജിക്കൽ ക്ലോക്ക്. ഈ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത് അത് നമ്മുടെ ദേഹത്ത് തന്നെത്താനെ അങ്ങ് സെറ്റാകും. ഈ സെറ്റാകുന്നെന്ന് പറഞ്ഞാൽ എന്തുവാ? ഇപ്പം ദിവസവും നമ്മൾ രാവിലെ 4 മണിക്ക് എണ്ണിക്കുന്നു. അപ്പം അലാറം വെച്ച് 4 മണിക്ക് എണ്ണിക്കുന്നു, സാധന ചെയ്യണമെന്ന് വിചാരിക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് നാൾ നമ്മൾ 4 മണിക്ക് എണ്ണിക്കുമ്പം കുറച്ച് നാൾ കഴിയുമ്പം ഈ അലാറം ഇല്ലാതെ തന്നെ നമുക്ക് തന്നെത്താനെ 4 മണിക്ക് ഉണരും. നല്ല ഉറക്കമാണെങ്കിൽ കൂടെ തന്നെത്താനെ 4 മണിക്ക് ഉണരും. അത് എങ്ങനെയാ? നമ്മൾ ക്ലോക്ക്, വെളിയിലത്തെ ക്ലോക്കിൻ്റെ സഹായമില്ലാതെ നമ്മുടെ ദേഹം തന്നെ നമ്മളെ ഉണർത്തുന്നു. മണി 4 എണ്ണീര്. അപ്പൊ ഇതിന് പേരാണ് ബയോളജിക്കൽ ക്ലോക്ക്. ഇതിനെയാണ് സയന്റിഫിക്കലായിട്ട് സർക്കാർഡിയൻ റിതം എന്ന് പറയുന്നത്. അത് രാത്രിയും പകലും മാറി മാറി വരുന്നത് പോലെ. അപ്പം അതിൻ്റെ ചേഞ്ചസ് എല്ലാം നമ്മുടെ ദേഹത്ത് കാണുന്നത് ഈ മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ കൊണ്ടാണ്. ഓക്കെ, അതാണ് സയന്റിഫിക്കലായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷെ സ്പിരിച്വലായിട്ട് പീനിയൽ ഗ്ലാൻഡിനെ കുറിച്ച് പറയുമ്പം അത് നമ്മളുടെ ആത്മാ സ്ഥിരീകരിക്കുന്ന സ്ഥലം എന്നാണ് ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. ആൾക്കാരെന്ന് വെച്ചാൽ സാധാരണപ്പെട്ട ആൾക്കാരല്ല, വലിയ വലിയ മഹാന്കൾ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് അത്. അപ്പം ഇതൊരു കാര്യം. ഇനിയൊരു കാര്യം, നമ്മുടെ കണ്ണുകൾ, 2 കണ്ണുകളുണ്ടല്ലോ,
ഈ 2 കണ്ണുകളും ലൈറ്റ് സെൻസിറ്റീവ് ആണ്. ലൈറ്റ് സെൻസിറ്റീവ് എന്ന് വെച്ചാൽ എന്തുവാ? പകല് അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് കണ്ണ് കാണത്തുള്ളൂ. ഇരുട്ടത്ത് കണ്ണ് കാണത്തില്ല. അപ്പോൾ പകല് കണ്ണ് കാണുന്നത് എങ്ങനെയാണെന്നൊക്കെ സയൻസിൽ നിങ്ങൾ പഠിച്ചു കാണും. വെളിച്ചം ഒരു സാധനത്തിൻ്റെ പുറത്ത് പെട്ട് അത് തിരിച്ച് വന്ന് നമ്മുടെ കണ്ണിലുള്ള ഒരു ചെറിയ ഹോൾ വഴി അകത്ത് പോകും. അകത്ത് പോകുമ്പം ഈ റെറ്റിന എന്നുള്ള സ്ഥലം ഒരു സ്ക്രീനുണ്ട്. അതിനകത്താണ് ഒരുപാട് സെൽസ് ഉള്ളത്, റോഡ്സ് ആൻഡ് കോൺസ്. ഈ റോഡ്സ് ആൻഡ് കോൺസ് ആണ് നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും കളറിനെ കളറായിട്ടും കാണാൻ സഹായിക്കുന്ന സെൽസ്. ഓക്കെ, ഇപ്പം ഈ 2 കണ്ണുകളും ഫോട്ടോ സെൻസിറ്റീവ് ആണ്. അതുപോലെയാണ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡും ഫോട്ടോ സെൻസിറ്റീവ് ആണ്. അതുമാത്രമല്ല, ഈ 2 കണ്ണുകളും അകത്ത് പോയി ഇങ്ങനെ ക്രോസ് ആകുന്നത്, ക്രോസ് ആകുന്ന സ്ഥലവും ഈ പീനിയൽ ഗ്ലാൻഡിൻ്റെ സ്ഥലവും ഒന്നാണ്. അതായത് 2 കണ്ണിൻ്റെ അകത്തുള്ള നെർവ്സ്, ഓപ്റ്റിക് നെർവ്സ് എന്ന് പറയും. ആ ഓപ്റ്റിക് നെർവ്സ് പോയി തൊടുന്നതും ഈ പീനിയൽ ഗ്ലാൻഡും ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അതുമാത്രമല്ല, എങ്ങനെ നമ്മുടെ 2 കണ്ണുകൾ ഫോട്ടോ സെൻസിറ്റീവ് ആണോ അതുപോലെ നമ്മുടെ പീനിയൽ ഗ്ലാൻഡും ഫോട്ടോ സെൻസിറ്റീവ് ആണ്. പകൽ അത് മെലറ്റോണിൻ ചുരക്കത്തില്ല, രാത്രി മാത്രമേ ചുരക്കത്തുള്ളൂ. മനസ്സിലാകുന്നോ? അങ്ങനെ മെലറ്റോണിൻ ആവശ്യത്തിന് ചുരക്കുമ്പോഴാണ് നമുക്ക് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നത്. എത്ര മെഡിറ്റേഷൻ ചെയ്താലും എന്ത് ചെയ്താലും മിനിമം 3 മണിക്കൂർ തീർച്ചയായിട്ടും ഉറങ്ങിയിരിക്കണം. മിനിമം എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ സമയം. അതായത് യോഗികളും ഈ സാധന ചെയ്യുന്നവരൊക്കെ രാത്രി 12 തൊട്ട് വെളുപ്പാൻ രാവിലെ 3 മണി വരെ ഒരു മെഡിറ്റേഷനും അങ്ങനെ ചെയ്യത്തില്ല. 24 മണിക്കൂറും മെഡിറ്റേറ്റീവ് മൂഡിലുള്ളവരുണ്ട്, അത് വേറെ. പക്ഷേ ഈ 12 തൊട്ട് 3 വരെ അത് അത്ര നല്ല സമയമല്ല. യോഗികൾക്കും നമ്മളെ പോലെ സ്പിരിച്വൽ ലൈനിൽ പോകുന്നവർക്കും പോലും അത്ര നല്ല സമയമല്ല. എന്താ വെച്ചാൽ അപ്പോഴാണ് ഈ കെട്ട ശക്തികളൊക്കെ വെളിയിലിറങ്ങുന്ന സമയം. അപ്പം ആ സമയത്ത് നമ്മൾ ഉണർന്നിരിക്കാതെ അങ്ങ് കിടന്ന് ഉറങ്ങുന്നതായിരിക്കും നല്ലത്. അതൊരു കാര്യം. അപ്പം മിനിമം ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എല്ലാവരും സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ മിനിമം 8 hours ഉറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 8 hours ഒന്നും ആർക്കും കമ്പൽസറി ആയിട്ട് ഉറങ്ങണമെന്നൊന്നുമില്ല. പക്ഷേ ചിലർക്ക് 5 മണിക്കൂർ ഉറങ്ങിയാൽ മതി, ചിലർക്ക് 6 മണിക്കൂർ ഉറങ്ങണം, ചിലർക്ക് 7 മണിക്കൂർ ഉറങ്ങണം, ചിലർക്ക് 8 മണിക്കൂർ ഉറങ്ങണം. അതൊക്കെ അവരവരുടെ ഫുഡ് ഹാബിറ്റ്സ്, ജോലി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ദേഹത്താൽ ഒരു ജോലിയും ചെയ്യുന്നില്ല, അതായത് ഫിസിക്കലായിട്ട് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇരുന്ന് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നു, ജോലിയെല്ലാം തലയിലാണ് എന്നുണ്ടെങ്കിൽ എളുപ്പം ബ്രെയിൻ ടയർഡാവും. അപ്പോൾ അവർക്ക് നല്ല ഡീപ്പ് സ്ലീപ്പ് ഉണ്ടെങ്കിലേ അടുത്ത ദിവസം അതുപോലെ എഫിഷ്യൻ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് അത് എത്ര മണിക്കൂർ വേണോ അത്രയും മണിക്കൂർ ഉറങ്ങിയേ പറ്റും. അല്ലെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ ഹാങ് ഓവർ കാണും, ശരിക്കും ജോലി ചെയ്യും, എഫിഷ്യൻസി കുറയും, അത്രയേ ഉള്ളൂ. അതേസമയത്ത് ദേഹത്താൽ ജോലി ചെയ്യുന്നവർക്കും ദേഹം ക്ഷീണിക്കും, അപ്പം ഉറങ്ങിയേ പറ്റും. ഉറക്കത്തിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉറക്കം വന്നാൽ ചെയ്യേണ്ട ഒരേ കാര്യം ഉറങ്ങുക. മുഖം കഴുകുക, ചായ കുടിക്കുക, അങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ട് കാർ ഓട്ടുക, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉറക്കം വന്നാൽ ഉറങ്ങുക. അത് ഇരുന്നുറങ്ങുന്നോ കിടന്നുറങ്ങുന്നോ ചാരി ഇരുന്നുറങ്ങുന്നോ എങ്ങനെയോ ഉറക്കം വന്നാൽ അത് ഉറക്കത്തിൻ്റെ കാര്യമേ. ബ്രെയിനിന് ടയർഡായി, ദേഹത്തിന് ക്ഷീണമുണ്ട്, അതിനെ റെക്യൂപ്പ് ചെയ്യാൻ, അതിനെ നേരെയാക്കാനെങ്കിൽ അതിന് ഉറക്കം ആവശ്യമാണ്. സോ യോഗികളൊക്കെ 3 മണിക്കൂർ ഉറങ്ങിയാൽ മതി. എന്താ വെച്ചാൽ അവർക്ക് എനർജി വേസ്റ്റ് ഇല്ല, അവർക്ക് എനർജി സർപ്ലസ് ആണ്. സർപ്ലസ് എന്ന് വെച്ചാൽ ആവശ്യത്തിന് കൂടുതൽ എനർജി ഉണ്ട്, അതുകൊണ്ട് അവർക്ക് കുറച്ച് ഉറങ്ങിയാൽ മതി. പക്ഷെ നമ്മളൊക്കെ ഈ 5 മണിക്കൂർ 6 മണിക്കൂർ 7 മണിക്കൂർ ഒക്കെ ഉറങ്ങുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഉറങ്ങുന്ന സമയത്താണ് ദേഹത്ത് ഒരുപാട് റിപ്പയർ മെക്കാനിസം നടക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല ഉറക്കത്തിലും കുറച്ച് എനർജി നമുക്ക് കിട്ടും. അപ്പം എല്ലാം കൊണ്ടും നമുക്ക് ഉറക്കം അത്യാവശ്യമാണ്. അപ്പം ഈ ഉറങ്ങാൻ ഉള്ള ഹോർമോണാണ് മെലറ്റോണിൻ. ആ മെലറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നതാണ് പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ, അത് സാധാരണ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ളത്.
ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമായിട്ടുള്ള കാര്യം. അതേ സമയത്ത് സ്പിരിച്വലായിട്ട് ഏതേത് രീതിയിലാണ് നമുക്ക് ഈ ആജ്ഞാചക്രം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്പിരിച്വലായിട്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. അത് ഈ ഈ പീനിയൽ ഗ്ലാൻഡിൻ്റെ ഈ ലൈറ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്. ഈ പീനിയൽ ഗ്ലാൻഡ് ലൈറ്റ് സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് പണ്ടേ കാലത്തൊക്കെ സന്ധ്യയായ എല്ലാ ജോലിയും അങ്ങ് തീർത്തിട്ട് അവർ കിടന്നങ്ങ് ഉറങ്ങും. അവർ രാത്രി ഒരു 7 മണിക്കൊക്കെ അങ്ങ് ഉറങ്ങും. സൂര്യൻ അസ്തമിക്കുന്നതാണ് അവർക്ക് കണക്ക്, അവർക്ക് വാച്ചൊന്നുമില്ല. സൂര്യൻ അസ്തമിക്കുമ്പോഴത്തേക്ക് എല്ലാ ജോലിയും തീർത്തിട്ട് അവരങ്ങ് കിടന്നുറങ്ങും. രാവിലെ 4 മണിക്കൊക്കെ സൂര്യൻ ഉദയത്തിന് മുന്നേ തന്നെ ശകലം വെളിച്ചം വന്ന് തുടങ്ങുമ്പോഴേ അവർ എണ്ണിക്കും. പക്ഷെ അതാണ് ശരിയായിട്ടുള്ള രീതി. എന്ന് വെച്ചാൽ നമ്മുടെ ദേഹം അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ദേഹത്തിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പകല് പൂരാം സൂര്യ വെളിച്ചം ഉള്ളപ്പം നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക, എല്ലാ ജോലിയും ചെയ്യുക. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് എടുക്കുക. അതാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്തുവാ? സൂര്യാസ്തമിച്ച് പിന്നീട് രാത്രി 10 മണി 11 12 വരെ ഇരുന്ന് TV കാണുക, ലൈറ്റ് ഇടുക. LED ലൈറ്റൊക്കെ സൂര്യപ്രകാശത്തിനെക്കാട്ടിലും ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സുകളാണ് നമ്മുടെ റൂമിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം അതും ഇട്ടുകൊണ്ട് TV കാണുക, മൊബൈൽ നോക്കുക, ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുക, കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം പീനിയൽ ഗ്ലാൻഡ് എന്തോ വിചാരിക്കും, ഇപ്പോഴും പകലാണ്, രാത്രി ആയിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പം എന്തു പറ്റും? അത് മെലറ്റോണിൻ ചുരക്കത്തില്ല. മെലറ്റോണിൻ ചുരന്നില്ലെങ്കിൽ നമുക്ക് ഉറക്കം ശരിയാവത്തില്ല. അപ്പം ഇതൊക്കെയാണ് അന്നേ ഞാൻ പറഞ്ഞത്. രാവിലെ 4 മണിക്കെങ്കിലും ബ്രഹ്മമുഹൂർത്തത്തിൽ എണ്ണിക്കണം. അപ്പം 4 മണിക്ക് എണ്ണിക്കണമെങ്കിൽ രാത്രി 10 മണിക്കൊക്കെ കിടക്കണം. ഇപ്പം എനിക്കൊക്കെ ഈ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത് കൊച്ചിലേ തൊട്ടേ എനിക്കങ്ങനെ. രാത്രി 10 മണിക്ക് ശേഷം എനിക്ക് എണിച്ചിരുന്ന് പഠിക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ രാവിലെ എനിക്ക് എണ്ണിക്കാൻ പറ്റും. അതേസമയത്ത് ചിലർക്ക് രാത്രി 12 1 മണി 2 മണി വരെ ഇരുന്ന് പഠിക്കും, രാവിലെ 8 മണി 9 മണി വരെ കിടന്നുറങ്ങും. പക്ഷേ നേരത്തെ പറഞ്ഞതാണ് നല്ലത്. രാത്രി നേരത്തെ കിടക്കുക, രാവിലെ നേരത്തെ എണ്ണിക്കുക. അങ്ങനെ ശീലിപ്പിക്കുന്നതാണ്, നമ്മുടെ ദേഹത്തിനെ അങ്ങനെ ശീലിപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എനിക്കൊക്കെ രാത്രി 9:30 ആകുമ്പോഴത്തേക്ക് കോട്ടുവായി വിടും. കോട്ടുവായി വിട്ടാൽ 9:30 നമുക്ക് വാച്ചിനെ തിരിച്ചു വയ്ക്കാം. 10 മണിക്കകം എനിക്ക് എല്ലാം അങ്ങ് അടങ്ങുമെന്ന് വെച്ചാൽ അതിന് പിന്നെ എന്നെ കൊണ്ട് ഒന്നും ആക്റ്റീവായിട്ട് ഇരിക്കാനേ പറ്റൂല. ഏത് ചെയ്താലും ശരിയാവത്തില്ല. അപ്പം ഞാൻ അതിനനുസരിച്ച് എല്ലാം വേഗം ചെയ്യും. 10 മണി 10-10:30 ഉറങ്ങിയിരിക്കണം എനിക്ക്. അപ്പോഴേ നമുക്ക് രാവിലെ എണ്ണിക്കാനൊക്കത്തും. പിന്നെ രാവിലെ എണ്ണിച്ചാലും നമുക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതും കുറച്ച് വേണമെങ്കിൽ ഒരു ഷോർട്ട് നാപ്പ്, ഒരു പവർ നാപ്പ്, ഒരു യോഗനിദ്ര എന്ന് പറഞ്ഞാൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചാരി കസേരയിൽ ചാരി ഇരുന്നുകൊണ്ടോ ഒരു 15 മിനിറ്റ് ഉച്ചയ്ക്ക് ഒന്ന് കണ്ണടയ്ക്കാം. പക്ഷേ ആ കണ്ണടയ്ക്കുന്നത് നല്ലതാണ്. വെച്ചാൽ രാത്രി തിരിച്ചും 10 മണി വരെ നമുക്ക് ആക്റ്റീവായിട്ടിരിക്കും. പകലെങ്ങനെ ആക്റ്റീവായിട്ടിരുന്നോ അതുപോലെ ആക്റ്റീവായിട്ടിരിക്കും ഈ 15 മിനിറ്റ്. പക്ഷേ 15 മിനിറ്റിന് മുകളിൽ ഉറങ്ങരുത്. കൂടിപ്പോയാൽ ഉച്ചയ്ക്ക് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കണ്ണടയ്ക്കാം. കണ്ണടച്ച് ഈ കൂർക്കം വലിച്ച് കൈയും കാലും നീട്ടി AC ഒക്കെ ഇട്ട് ബെഡിൽ മണിക്കൂറുകൾ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്നത് ശരിയല്ല. ഇപ്പം എല്ലാം തലകീഴായിപ്പോയി. ഈ കലിയുഗം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. പകലെല്ലാം കിടന്ന് ഉറങ്ങുക, രാത്രിയെല്ലാം കിടന്ന് ജോലി ചെയ്യുക, ഇങ്ങനെയൊക്കെ എല്ലാമേ മാറിപ്പോയി. അതുകൊണ്ടൊക്കെയാണ് ഈ അസുഖങ്ങളൊക്കെ കൂടി വരുന്നത്. ഓക്കെ, അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പോട്ടെ, അത് ഒരു കാര്യം. പിന്നെ ഇതിൽ ഈ സ്പിരിച്വലായിട്ട് ആജ്ഞാചക്രയിൽ എന്ത് നമുക്ക് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, സ്പിരിച്വലായിട്ട് ഒരുപാട് നമ്മളെ സഹായിക്കുന്നത് ഈ ആജ്ഞാചക്രമാണ്. അതായത് 2 കാര്യങ്ങൾ. ഈ ആജ്ഞാചക്രയിലെ നെഗറ്റീവ് പോയിന്റ് എന്തുവാന്ന് വെച്ചാൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ മായ. ഈ മായ, ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിലേ ഞങ്ങളുടെ അമ്മൂമ്മ ഇതേ തന്നെയാണ് പറയും. തൊട്ടേന് അതൊക്കെ മായ, അതെല്ലാമാണ് മായ, ഈ മായ എന്ന് പറഞ്ഞ് കേട്ട് ഇരിക്കുവാ ഞാൻ.
അപ്പം ഈ ഇല്യൂഷൻ അല്ലെങ്കിൽ മായ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാന്ന് വെച്ചാൽ, അതായത് ഉം, ഉം, നമുക്ക് ഏത് ശരി ഏത് തെറ്റെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. നമ്മൾ തെറ്റുകളെയെല്ലാം ശരിയെന്ന് വിചാരിക്കുന്നു, തെറ്റുകളെല്ലാം ശരി എന്ന് നമുക്ക് തോന്നിപ്പിക്കും. ആ തോന്നലിൻ്റെ പേരാണ് മായ. അതാണ് ഇപ്പം ഈ ആജ്ഞാചക്ര ബാലൻസ്ഡ് ആയിട്ട് ഇല്ലാത്തവർക്ക് ഉണ്ടാവുന്ന കുഴപ്പം. അതുമാത്രമല്ല, അവർക്ക് എപ്പോഴുമേ കുഴപ്പങ്ങളാണ്. ഇത് ശരിയാണോ, അത് ശരിയാണോ, ഇത് ചെയ്യണോ, അത് ചെയ്യണോ, തൊട്ടേനും പിടിച്ചേനും ഒക്കെ കുഴപ്പങ്ങളാണ്, സംശയങ്ങളാണ്. അത് ശരിയാണോ, ഇത് ശരിയാണോ, അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, എപ്പോൾ എണീക്കണം, എപ്പോൾ ഉറങ്ങണം, എല്ലാത്തിനും ഒരു സംശയം. അതുമാത്രമല്ല, സംശയം മാത്രമല്ല, ഈ മായ എന്ന് പറയുന്നത് അതിനേക്കാട്ടിലും കൂടുതൽ മോശപ്പെട്ട ഒരു കേസാണ്. തെറ്റുകളെല്ലാം ശരി, ഇതാണ് ശരി, ഇതാണ് ശരി എന്ന് തെറ്റുകളെല്ലാം നമ്മൾ ശരിയെന്ന് വിചാരിക്കാൻ വെക്കുന്ന മനോഭാവത്തിൻ്റെ പേരാണ് മായ. അത് ആജ്ഞാചക്ര ബാലൻസ്ഡ് ആയിട്ട് ഇല്ലാത്തവർക്കാണ് സംഭവിക്കുന്നത്. അപ്പം ആജ്ഞാചക്ര ഉള്ളവർക്ക്, നല്ല ബാലൻസ്ഡ് ആയിട്ട് ആക്ടിവേറ്റ് ആയി ഇരിക്കുന്നവർക്ക് എന്തൊക്കെ സംഭവിക്കും? ഈ മായ അല്ലെങ്കിൽ ഈ ഇല്യൂഷൻ എന്ന് പറഞ്ഞത് അവർക്ക് ഇല്ലവേ ഇല്ല. എല്ലാം ക്ലാരിറ്റിയാണ്. എല്ലാം ക്ലാരിറ്റി ആണെങ്കിൽ എന്ന് വെച്ചാൽ ക്ലിയർ. ഇത് ശരി, ഇത് തെറ്റ്, ഇത് പറയാം, ഇത് പറയരുത്, ഇത് ചെയ്യാം, ഇത് ചെയ്യരുത് എന്നുള്ള ക്ലാരിറ്റി അവരുടെ മനസ്സിലുണ്ട്. അതുമാത്രമല്ല, ഇൻറ്റ്യൂഷൻ അവർക്ക് കൂടുതലാണ്. ഇൻറ്റ്യൂട്ടീവ് പവർ എന്ന് പറഞ്ഞാൽ, ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഉൾവിളി, ഇന്നർ വോയിസ് എന്ന് ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇൻറ്റ്യൂട്ടീവ് പവർ എന്ന് വെച്ചാൽ എന്തുവാ? നമുക്ക് നടക്കാൻ പോകുന്നതും നേരത്തെ കൂട്ടി മനസ്സിലാവും. മനസ്സ് പറയും, അവിടെ പോകാതെ അത് ശരിയല്ല, അല്ലെങ്കിൽ ഇത് ചെയ്യാതെ ഇത് ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും, നാളെ ഇങ്ങനെ സംഭവിക്കും എന്ന് നമ്മുടെ മനസ്സ് പറയും. പക്ഷേ നമ്മുടെ ആ മനസ്സ് പറയുന്നത് നമ്മൾ കേൾക്കണം. കേൾക്കാതെ അതിനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ പിന്നെ ഈ ഇൻറ്റ്യൂട്ടീവ് പവർ തന്നെ അങ്ങ് കുറയും. അതാണ് അതിൻ്റെ കുഴപ്പം. അപ്പം നല്ല കൽപ്പനാശക്തി, ഇൻറ്റ്യൂട്ടീവ് പവർ, ക്ലാരിറ്റി എന്നൊക്കെ ഉള്ളത് അതിൻ്റെ അർത്ഥം ആജ്ഞാചക്ര ആക്ടിവേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ. അതുമാത്രമല്ല, ഈ ഇത് വേറൊരു കാര്യം, ഇത് ഈ ആദ്യം ആജ്ഞാചക്രായ ആക്ടിവേറ്റ് ആകും, പിന്നെ അതിനെ പെർഫെക്ഷനിൽ കൊണ്ടുവരണം. ഈ പെർഫെക്ഷൻ, പ്രിസിഷൻ എന്നൊക്കെ പറയുമ്പോഴേ നമ്മളായിട്ട് കയ്യും സ്ക്രൂ ഡ്രൈവറും വെച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല. മെയിനായിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെത്താനെ അത് ശരിയാകും. അപ്പം ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പം നമുക്ക് ഡീപ്പായിട്ട് കുറേ നാൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ ആജ്ഞാചക്ര ആക്ടിവേറ്റ് ആകും. ആക്ടിവേറ്റ് ആയ പിന്നീട് നമുക്ക് ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, കുറച്ച് സിദ്ധികളുണ്ടാകും. സിദ്ധി എന്ന് പറയുമ്പോൾ എന്തുവാ? നമ്മളുടെ മുൻജന്മങ്ങളെക്കുറിച്ച് അറിയാം, വരാൻ പോകുന്നതിനെക്കുറിച്ച് അറിയാം. പിന്നെ ഒരാളെ കാണുമ്പം തന്നെ അയാൾക്ക് എങ്ങനെ പഴയ ജന്മം എങ്ങനെ ഉണ്ടായിരുന്നു അത് എന്നൊക്കെ അറിയാൻ പറ്റും. അതൊക്കെയാണ് ഇൻറ്റ്യൂഷൻ ഉള്ള പേരിൽ വരുന്നത്. അതിനു പുറമേ ഈ സിദ്ധി എന്ന് പറയുന്നത്, ഇത് സിദ്ധിക്കും, അത് സിദ്ധിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നില്ല. ഈ സിദ്ധി, അഷ്ടമാസിദ്ധികൾ എന്ന് പറയും. അണിമ, മഹിമ, അങ്ങനെയൊക്കെ ഒരു 8 ഉണ്ട് അഷ്ടമാസിദ്ധികൾ. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലല്ല പോകുന്നത്. പക്ഷേ സിദ്ധി എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്തോ വെള്ളത്തിൽ നടക്കുന്നു, വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നു, തീയുടെ മീതെ നടക്കുന്നു, കനലെല്ലാം ഇട്ട് നടന്ന് കാണിക്കുന്നു, അങ്ങനെ കുറേ സിദ്ധികൾ. പണ്ട് ബോഹർ വന്ന ഗഗനമാർഗത്തിലാണ്, ആകാശത്തിൽ കൂടെയാണ് ചൈന പോയതെന്ന് പറയും ബോഹർ സിദ്ധർ. അപ്പം അങ്ങനെ ആകാശത്തിൽ കൂടെ പോകുന്നത്, കാറ്റി പറക്കുന്നത്, ഇതിൻ്റെ പേരാണ് സിദ്ധി എന്ന് പറയുന്നത്. പക്ഷേ ഈ സിദ്ധി എന്ന് പറയുന്നത്, നമുക്ക് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക, മെഡിറ്റേഷൻ ചെയ്യുമ്പം ചില സിദ്ധികളൊക്കെ ഉണ്ടാകും. അത് നമ്മളെ ട്രാപ്പിലാക്കും. ഈ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ കെണി എന്നാണ്
ട്രാൻസ്ലേഷൻ ഇട്ടിരിക്കുന്നത്. അതായത് വേറൊന്നും പറഞ്ഞ സിമ്പിളായിട്ട് ഇപ്പം എലിയെ പിടിക്കാൻ വേണ്ടി ഒരു ഒരു ചെറിയ ഉപകരണം വെക്കുന്നു. അത് ഒരു ചെറിയ തേങ്ങാ കഷ്ണം വെച്ച് രാത്രി അതിനെ തുറന്ന് വെക്കുന്നു. ആ തേങ്ങാ കഷ്ണം കഴിക്കാനായിട്ട് എലി വരുന്നു, അത് ടക്കുന്ന് അടയുന്നു. അതാണ് ട്രാപ്പ്. അതോടുകൂടി എലിയുടെ കഥ കഴിഞ്ഞു. അതുപോലെയാണ് ഈ സിദ്ധീസും നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വരുന്ന ട്രാപ്പുകളാണ്. അപ്പം ഇപ്പം ചിലർക്ക് ഒരു ജാതകം കാണുമ്പം കണ്ട ഉടനെ മനസ്സിലാകും, ഇവൻ ഇനി ഒരു 10 വർഷമേ ജീവിക്കത്തുള്ളൂ, ഇവൻ്റെ ആയുസ് ഇനി 2 വർഷമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനി 3 മാസത്തിൽ ഇവൻ മരിക്കും. അങ്ങനെയൊക്കെ അവർക്ക് കണ്ട ഉടനെ പറയാൻ പറ്റും. ഇതൊക്കെയാണ് സിദ്ധികൾ. പക്ഷേ ഈ സിദ്ധികളെ വെച്ച് നമ്മൾ ഉടനെ ഒരു ബോർഡ് വിട്ട് കൈരേഖ നോക്കി തരാം, അല്ലെങ്കിൽ ജാതകം കുറിച്ച് തരാം എന്ന് പറഞ്ഞ്, അസ്ട്രോളജർ എന്ന് പറഞ്ഞ് ജാതകം പഠിച്ച് പറയുന്നത് വേറെ, ഈ മെഡിറ്റേഷനിൽ വരുന്ന സിദ്ധി കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. ഒരു ജ്യോത്സ്യൻ അയാളുടെ തൊഴിൽ അതാണ്. അതിന് ബോർഡിട്ട് ജ്യോത്സ്യൻ നോക്കി കൊടുക്കുന്നു, കാശ് വാങ്ങിക്കുന്നു, അത് അയാളുടെ ജീവന മാർഗം. അതിനെ ഞാൻ തെറ്റെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്നത് സിദ്ധികളെ നമുക്ക് കിട്ടുമ്പം അതിനെ പ്രയോഗിച്ച് വലിയ ആളാകാൻ നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകുക. നമ്മൾ ചിലപ്പം വലിയ ആളാവേണ്ട ആവശ്യം അങ്ങനെ പോലും നമുക്ക് തോന്നത്തില്ല. പക്ഷേ ആ സിദ്ധികൾ വരുമ്പം തന്നെ ഒരുപാട് പേർക്ക് ഞാൻ വലിയ ആളാണ്, എനിക്കെല്ലാം അറിയാം എന്നൊക്കെ ഒരു മമത തോന്നും. ആ മമത തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതോ ഗതി, അതിന് പിന്നെ ഗുണം പിടിക്കത്തില്ല. അപ്പം സിദ്ധി, അതായത് എവിടെ സിദ്ധി തീരുന്നോ അവിടെ ബുദ്ധി വരും. വേർ സിദ്ധി എൻഡ്സ് ദേർ ബുദ്ധി സ്റ്റാർട്ട്സ് എന്നാണ് കാഷ്വലായിട്ട് പറയുന്നത്. അതായത് ഈ സിദ്ധിയുടെ പുറകെ പോയാൽ നമുക്ക് ബുദ്ധി എന്ന് വെച്ചാൽ വിസ്ഡം, ജ്ഞാനം കിട്ടത്തില്ല. അത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ഒരുപാട് ഈ ദുർദേവതകളെല്ലാം ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ട്. നമുക്ക് നമ്മുടെ കണ്ണിന് ഇപ്പം കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ഈ പകലും ഉണ്ട്, രാത്രിയും ഒക്കെ ഉണ്ട്. ഈ ദുർദേവതകളൊക്കെ നമ്മൾ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പം അവരൊക്കെ നമ്മളടുത്ത് പലതും മനസ്സിൽ തോന്നിപ്പിക്കും. അപ്പം അത് ശരിയാണോ തെറ്റാണോ, അതാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഇല്യൂഷൻ, ആ മായ, ഇത് മായയാണോ അതോ ശരിയാണോ എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് ശക്തി വേണം. അല്ലാതെ അതുമാത്രമല്ല, ഈ സ്പിരിറ്റ്സൊക്കെ, ഈ ബാഡ് സ്പിരിറ്റ്സൊക്കെ 95% നമ്മളെ നല്ല വഴി കാണിക്കുന്ന പോലെ, കൊണ്ടുപോകുന്ന പോലെ കാണിക്കും അത്രേ. അപ്പം അതിൻ്റെ പുറയിൽ പോയി കഴിഞ്ഞാൽ പെട്ടുപോയി നമ്മൾ. അപ്പം ഈ ആദ്യമൊക്കെ അവർ പറയുന്നതെല്ലാം നമുക്ക് ശരിയായിട്ട് കാണിക്കും. അവർ നമ്മളെ ശരിയായിട്ടുള്ള വഴിയെ കൊണ്ടുപോകും. എന്താണോ അവർക്ക് നമ്മളുടെ വിശ്വാസം, ട്രസ്റ്റ് പിടിച്ചെടുക്കണം. അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ നമുക്ക് നല്ലതായിട്ട് ചെയ്തു തരും. അപ്പം മനസ്സിൽ തോന്ന നമ്മൾ പറയുന്നു, അല്ല അവർ പറയുന്നു, നമ്മൾ ചെയ്യുന്നു, നമുക്കെല്ലാം ശരിയായിട്ട് വരുന്നു. കൊള്ളാമല്ലോ എന്ന് ഒറ്റയടിക്ക് ആ ശക്തിയെ വിശ്വസിച്ച് പോയാൽ നമ്മൾ പെട്ടുപോയി. അപ്പം ഇതൊക്കെ തിരിച്ചറിയാനുള്ള അറിവും ശക്തിയും നമുക്ക് വേണം. അതിനാണ് നമ്മൾ എപ്പോഴുമേ ഭയഭക്തിയോടെ ദൈവവിശ്വാസത്തോടു കൂടി ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ദൈവവിശ്വാസത്തോടു കൂടി ഇരുന്ന് ചെയ്യുക. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹത്തോട്, പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പം ഈ കെട്ട ശക്തികളൊന്നും നമ്മളെ ചുറ്റി വരത്തില്ല, നമ്മളടുത്ത് കളി നടക്കത്തില്ല എന്നാൽ അത് നമുക്ക് മനസ്സിലാകും. അപ്പം ഈ സിദ്ധിയുടെ കാര്യത്തിൽ നമുക്ക് വളരെ ശ്രദ്ധാപൂർവം ഇരിക്കണം. അതുമാത്രമല്ല, ഇവിടുന്ന് ഇവിടെ ഇങ്ങനെ വേറൊരു കാര്യം, അതായത് ഈ കണ്ണും പീനിയൽ ഗ്ലാൻഡും കണക്റ്റഡാന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ശാംഭവി മുദ്രയുണ്ട്. ശാംഭവി മുദ്ര എന്ന് പറഞ്ഞാൽ ഈ 2 കണ്ണും ഇങ്ങനെ ഈ ആജ്ഞാചക്രത്തിലോട്ട് ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഇരിക്കെ ആ ആജ്ഞാചക്ര ആക്ടിവേറ്റ് ആകും. ഇത് ഈ മഹാവതാർ ബാബാജിയുടെ ഫോട്ടോ നോക്കണം, 2 കണ്ണും മേളിലാണ്, ഈ കരുവഴി 2ഉം മേളിലാണ്. അതാണ് അവർ 2നെ നേരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും. അതുമാത്രമല്ല, ഇംഗ്ലീഷിലൊരു ഇതുണ്ട്, വേർ
വേർ യുവർ അറ്റൻഷൻ ഗോസ് there the എനർജി ഫ്ലോസ്. അപ്പം നമ്മുടെ അറ്റൻഷൻ ഇവിടെ വെച്ചാൽ നമ്മുടെ എനർജി തന്നെത്താനെ ഇവിടെ ആയിരിക്കും. അപ്പം ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യ ഇത് ആക്ടിവേറ്റ് ആകും. ഓക്കെ, അതാണ് ഈ ശാംഭവി മുദ്രയുടെ ഗുണം. അപ്പം ഇത് ക്രിയായോഗത്തിലും, അതായത് മഹാവതാർ ബാബാജി പറഞ്ഞു തന്ന ഒരു ക്രിയായോഗത്തിൽ ഇത് ഇങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അതുമാത്രമല്ല, ഈ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഉദിക്കുന്ന സൂര്യനെയും അസ്തമിക്കുന്ന സൂര്യനെയും നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ണുകൊണ്ട് കാണുന്നത് നല്ലത്. ഉദിക്കുന്നത് അസ്തമിക്കുന്ന സൂര്യൻ എന്ന് പറയുമ്പോൾ, ഉദിക്കുന്ന സൂര്യൻ എന്ന് പറയുമ്പം ഈ ഓറഞ്ച് കളറിലുള്ള സൂര്യൻ, വെളുത്ത സൂര്യനല്ല. വെളുത്ത സൂര്യനെ നമ്മൾ കണ്ണുകൊണ്ട് നോക്കാനേ പാടില്ല. അപ്പം ഈ ഉദിച്ച് വരുന്ന സമയത്ത് ഏർലി മോർണിംഗ് നമ്മൾ പോയി വെളിയിലൊക്കെ ടെറസിലോ അല്ലെങ്കിൽ വെളിയിൽ കാറിലോ സ്കൂട്ടറിലോ ഒക്കെ പോകുമ്പം ചില സ്ഥലങ്ങളിൽ നമുക്ക് ഉദിച്ചു വരുന്ന സൂര്യനെ ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. ആ ഉദിച്ചു വരുന്ന സൂര്യനെ കാണുന്നത് നല്ലതാണ്. അതേപോലെ അസ്തമിക്കുന്ന സൂര്യനെ തൊഴണം എന്ന് പറയും. അതിനൊക്കെ കാരണം ഇതാണ്. എന്താ വെച്ചാൽ അപ്പമുള്ള ലൈറ്റ് ഇറ്റ് വിൽ ആക്ടിവേറ്റ് ദ പീനിയൽ ഗ്ലാൻഡ്. അങ്ങനെ അപ്പം ഇങ്ങനെ നോക്കുന്നത് നല്ല ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ട് വേണം ഈ ആക്ടിവേഷനിലും പെർഫെക്ഷനിലോട്ടും ഒക്കെ പോകാനുള്ളത്. അപ്പം ഇതിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നോക്കുമ്പം ആദ്യമൊക്കെ നമുക്ക് കുറച്ച് വേദന കാണും. ഈ ഒരു കൂശുന്ന പോലെ ഒരു ഇത്, അല്ലെങ്കിൽ കുറച്ച് പെയിൻ. കണ്ണിങ്ങനെ സദാ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിനൊരു വേദന. അപ്പോൾ അതിനൊക്കെ കണ്ണ് എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മൾ റെഡിയായി കുറച്ച് നേരം ഇവിടെ നോക്കുക, പിന്നെ കണ്ണടച്ചിരിക്കുക, ശ്രദ്ധ മാത്രം ഇവിടെ വെച്ചേക്കുക. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ആജ്ഞാചക്ര നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആവും. അതൊരു കാര്യം. വേറൊരു കാര്യം, ഇപ്പം ആജ്ഞാചക്ര ബാലൻസ്ഡ് ഈ ആജ്ഞാചക്ര ആക്ടിവേറ്റ് ആകുമ്പം ചിലരൊക്കെ പറയും പല പല കളേഴ്സുകൾ കാണും, പല പല കാഴ്ചകൾ കാണും. കാഴ്ചകൾ എന്ന് വെച്ചാൽ അവരുടെ മുൻ ജന്മം, പഴയ ജന്മത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ സിനിമയിൽ കാണുന്ന പോലെ ഇങ്ങനെ കാണും. അതൊക്കെ കണ്ടോണ്ട് അതിൻ്റെ പിന്നാലെ പോകരുത്. കണ്ടോ, ഓക്കെ, ഒരുപാട് പേര് പറയുന്നതാണ്, ഒരു കോമൺ ഓബ്സർവേഷനാണ്, ഇവിടുന്ന് ഒരു നീല കളർ ഇവിടെ വരും. അതുകൊണ്ടാണ് ആജ്ഞാചക്രത്തിനെ കരിനീല കളർ, നല്ല ഇൻഡിഗോ കളർ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഇപ്പൊ ഇന്ന് ആജ്ഞാചക്ര, നാളെ സഹസ്രാര ചക്ര, ഇതോടുകൂടി ഈ സെറ്റ് ഓഫ് വീഡിയോസ് തീരും. അതിന് പിന്നെ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്ക് റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിൽ മെഡിറ്റേഷനെ കുറിച്ചും ഈ ആജ്ഞാചക്രയെ കുറിച്ചും അങ്ങേർക്ക് അദ്ദേഹത്തിന് ഉണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസിനെ ഒരു ബുക്കായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ഈ ബ്ലൂ കളറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഞാൻ ഈ കൊറോണ പീരീഡിൽ അമേസോണിൽ വായിച്ചതാണ്. അതെല്ലാം വായിച്ച് വെച്ചിട്ടുണ്ട്, അണ്ടർലൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ തുടർച്ചയായിട്ട് ആ ബുക്കിൻ്റെ റിവ്യൂ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാകും. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താ വെച്ചാൽ ഈ പൊതുവേ ഈ ആജ്ഞാചക്രയൊക്കെ ആക്ടിവേറ്റ് ആകുന്നവർ ഒരുപാട് സംസാരിക്കത്തില്ല, അവർ ഒതുങ്ങി ജീവിക്കും. നമ്മളുടെ കൂടെ എല്ലാവരുടെ കൂടെയും നോർമൽ ജീവിതം അവർ ജീവിക്കത്തില്ല. നോർമൽ ജീവിതം ജീവിച്ചാൽ പോലും അവർ ചിലപ്പം കുടുംബത്തിലായിരിക്കും, നോർമൽ ജീവിതമായിരിക്കും, പക്ഷെ അവർ ഒരുപാട് സംസാരിക്കത്തില്ല, എല്ലാവരുടെ അടുത്തൊന്നും ഒതുങ്ങിയിരിക്കും. അവർക്ക് എപ്പോഴും മനസ്സിൽ ഈ മെഡിറ്റേഷൻ ചെയ്യണം, ആജ്ഞാചക്ര ഇങ്ങനെ നോക്കിയിരിക്കണം, അപ്പോൾ ആ ബ്ലൂ ലൈറ്റ് കാണണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഗ്രഹമായിരിക്കും. അതുമാത്രമല്ല, ഇത്തരം എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, ഇത്രയും അനുഭവങ്ങൾ കിട്ടുന്നവരെ എപ്പോഴും വെളിയിൽ പറയത്തില്ല. ഈ 1-2 അനുഭവങ്ങൾ കിട്ടുന്നവരായിരിക്കും ഇങ്ങനെ വെളിയിൽ എല്ലായിടത്തും വിളിച്ചു കൂവി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. പക്ഷേ ശരിക്കും അനുഭവമുള്ളവർ വെളിയിൽ പറയത്തേയില്ല. പക്ഷേ ഇദ്ദേഹം സ്വാമി മുക്താനന്ദ എന്ന് പറയുന്ന അദ്ദേഹം കറക്റ്റായിട്ട് അതിനെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ആ ബുക്ക് വായിക്കുമ്പോഴേ നമുക്ക്
പേഴ്സണലായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് അനുഭവം കിട്ടുന്ന പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അത് അടുത്തതായിട്ട് ഞാൻ തുടങ്ങാനായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പം ഈ ബാലൻസ്ഡ് ഈ ആജ്ഞാചക്ര ബാലൻസ്ഡ് ആയിരിക്കുന്നവർക്ക് ഈ മായ അല്ലെങ്കിൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞ സംഗതി ഇല്ല. അവർക്കെല്ലാം ക്ലാരിറ്റിയാണ്, ഇൻറ്റ്യൂഷൻ ഉണ്ട്. വരും വരാഴികയെക്കുറിച്ചൊക്കെ അവർക്ക് നേരത്തെ മനസ്സിലാകും. അതുമാത്രമല്ല, ഒരാളെ കണ്ടാൽ തന്നെ അവർക്ക് അവരുടെ മുൻജന്മം വരാൻ പോകുന്നത് എല്ലാം മനസ്സിലാക്കും. പക്ഷെ അവർ ഒരുപാട് പറയത്തില്ല. നമുക്കറിഞ്ഞാലും വെളി പറയാൻ പാടില്ല. അതൊരു കാര്യം. വേറൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ. അതുമാത്രമല്ല, ഈ ക്ലാരിറ്റി ഉള്ളപ്പോഴേ നമുക്ക് ഈ റിലേഷൻഷിപ്പ് ഇതിനൊന്നും ഒരു പ്രയാസം വരത്തില്ല. എന്താ വെച്ചാലേ, എല്ലാവരെയും അവരവരുടെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ. ഗെറ്റ് ഇൻ ടു ദ ഷൂസ് ഓഫ് അതേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും. ഗെറ്റ് ഇൻ ടു ദ ഷൂസ് ഓഫ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റവരുടെ ഷൂവിൽ നമ്മളെ കാല് കൊണ്ട് ഇടണമെന്നല്ല, മറ്റവരുടെ രീതിയെ അവരവരുടെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും അവരവർ ചെയ്യുന്നത് ശരിയാണ്. എന്താ വെച്ചാൽ അവരുടെ മെൻ്റൽ ഗ്രോത്ത് അത്രയേ ഉള്ളൂ, അവരുടെ സോൾ ഗ്രോത്ത് അത്രയേ ഉള്ളൂ. ഈ സോൾ ഗ്രോത്തും ചക്രാസിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതൊക്കെ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക. അപ്പം ഇത്രയൊക്കെയാണ് ഈ ആജ്ഞാചക്രനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. അപ്പം രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂറിന് മുമ്പേ ഈ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ടിവിയും മൊബൈലും ഒക്കെ മാറ്റി വെക്കണം. അതുമാത്രമല്ല, ഈ മൊബൈൽ റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനെ വളരെയധികം ബാധിക്കും. രണ്ടാമത്തെ കാര്യം, വലിയവർക്കേ ഒരുപാട് നോക്കരുത്. കൊച്ചുങ്ങളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കാനേ പാടില്ല. ഒരു 10-15 വയസ്സ് വരെ. എന്താ വെച്ചാൽ ഈ റോഡ്സ് ആൻഡ് കോൺസ് സെൽസ് ഒന്നും ശരിക്ക് ആയി കാണത്തില്ല അവർക്ക്. അവരുടെ ഗ്രോയിങ് സ്റ്റേജാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരായിരുന്നാലും ശരി, അമ്മൂമ്മമാർക്കും എല്ലാവർക്കും പറയുവാണ്, കൊച്ചുങ്ങൾക്ക് ഈ ചോറ് കൊടുക്കുമ്പോൾ മൊബൈലും കാണിച്ചുകൊണ്ട് ചോറ് കൊടുക്കുക. മുമ്പൊക്കെ കാക്കയും പൂച്ചയും അണ്ണാനെയും കാണിച്ചാണ് ചോറ് കൊടുത്തത്. അതിലൊരു കേടും വന്നിട്ടില്ല. പക്ഷെ ഇപ്പം എല്ലാവർക്കും മൊബൈൽ കാണിച്ചാണ് ചോറ് കൊടുക്കുന്നത്. 6 മാസത്തിലെ മൊബൈൽ ഫാരി ടൈൽസും നഴ്സറി റൈംസും ഇട്ട് കൊടുക്കുന്നു. അത് ഒട്ടും ശരിയല്ല. കണ്ണ് ചീത്തയാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുമാത്രമല്ല, നമ്മളും ചിലരൊക്കെ ഉണ്ട്, മൊബൈൽ നോക്കി അങ്ങ് കിടക്കുന്നത് മാത്രമല്ല, തലേനയുടെ അടി കൊണ്ടിടും, തലേനയുടെ അടിയിൽ വെച്ചിട്ട് കിടക്കും. അലാറം പോലും നമ്മൾ മൊബൈലിൽ വെക്കരുത് എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ റേഡിയേഷൻ ഇതാണ് ഈ പീനിയൽ ഗ്ലാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻ നമ്മൾ തലേനയുടെ അടിയിലും ബെഡിൻ്റെ അടിയിലും ഒക്കെ ഇട്ടേച്ച് കിടക്കും. പക്ഷെ അതിൻ്റെ റേഡിയേഷൻ നമ്മൾ ഉറങ്ങുമ്പം പീനിയൽ ഗ്ലാൻഡിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇപ്പം അലാറം വെക്കണമെന്നുണ്ടെങ്കിൽ പഴയ അലാറം, പണ്ടത്തെ അലാറം പോലെ ഒരു ചെറിയ ക്ലോക്ക് വാങ്ങിച്ച അലാറം വെച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ, സ്ട്രിക്ട്ലി സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ, മൊബൈലിനെ നമ്മൾ ബെഡ്റൂമിനകത്തേക്ക് കൊണ്ടുവരരുതെന്ന് വെച്ചാൽ, കിടക്കുമ്പം ബെഡ്റൂമിൽ വെക്കരുത്. ആരും കിടക്കാത്ത ഒരു സ്ഥലം, ഒരു ഹാളിലോ എവിടെയെങ്കിലുമേ വെക്കാവൂ. അതുമാത്രമല്ല, നൈറ്റ് ഫുള്ള് അതിനെ ചാർജിലും ഇടരുത്, വെടിക്കാനുള്ള സാധ്യത. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇതിനകത്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അതാണ് ഞാൻ നോക്കി, എന്തോ ഒരു കാര്യം വിട്ടുപോയല്ലോ. ഈ ആജ്ഞാചക്ര ആക്ടിവേറ്റ് ആകുമ്പോഴാണ് നമുക്ക് ESP കിട്ടുന്നത്. ESP എന്ന് വെച്ചാൽ എന്തുവാ? എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. എക്സ്ട്രാ എന്ന് വെച്ചാൽ, ഈ സെൻസറി എന്ന് വെച്ചാൽ എന്തുവാ? ഈ കണ്ണ്, 5 സെൻസ് ഓർഗൻസ്, കണ്ണ്, കാത്, മൂക്ക് എന്നുള്ളത്. അതിൽ ഈ 2 കണ്ണുകൊണ്ടും കാണാൻ വയ്യാത്ത കാഴ്ചകൾ നമുക്ക് ഒരുപാട് കിട്ടും. ഓക്കെ. അതിന് തനി പേരാണ് ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനൊക്കെ ഒരുപാട് കിട്ടാനുള്ള സാധ്യത എപ്പോഴാന്ന് വെച്ചാൽ, നമ്മുടെ ഈ ആജ്ഞാചക്ര ആക്ടിവേറ്റ് ആകുമ്പോഴാണ്. ഓക്കെ. ശരി. ഇപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്ക്
സ്വാഭാവികമായിട്ട് ആജ്ഞാചക്രയെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ അതിന് എന്തൊക്കെയാ വഴി? ആ വഴിയും കൂടെ പറയണമല്ലോ. എന്തൊക്കെയാ വഴി? ഒന്ന്, മെഡിറ്റേഷൻ. ഇന്നലെയും ഒരു സഹോദരി ചോദിച്ചിരുന്നു, മെഡിറ്റേഷൻ രാവിലെയും വൈകുന്നേരവും മാത്രമേ ചെയ്യാവൂ? അല്ല, മെഡിറ്റേഷൻ എപ്പോഴും ചെയ്യാം. ഈ രാവിലെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം എല്ലാവരും ഉറങ്ങുന്നു, സ്ഥലം കാമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് എളുപ്പത്തിൽ ആ മനസ്സ് ആൽഫ സ്റ്റേജിലോട്ട് പോകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വൈകുന്നേരവും ശരി. വൈകുന്നേരം ഈ അന്തി ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നില്ലേ, അതായത് ഈ പക്ഷികൾ കൂടടയുന്ന സമയം, ആ സമയം ഡസ്റ്റ് ടൈം, ട്വൈലൈറ്റ് ടൈം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ 5:30, 6, 6:30, 7 വരെയൊക്കെ വളരെ കാമായിട്ടിരിക്കും. ഈ കൂടടയുന്ന പക്ഷികളൊക്കെ വന്ന് ക്യോമിയൊക്കെ വന്ന് ആദ്യം കുറേ ശബ്ദം ഇടും, പിന്നെ എല്ലാം അടങ്ങും. ആ സമയത്ത് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പം എളുപ്പത്തിൽ നമുക്ക് ബീറ്റ സ്റ്റേറ്റിൽ നിന്ന് ആൽഫ സ്റ്റേജിലോട്ട് പോകാൻ പറ്റും. അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഫിഷ് മാർക്കറ്റിൻ്റെ നടുക്കിരുന്നാലും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റണം. പക്ഷേ അത് എന്തുകൊണ്ട് നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ അത്രയും അതിൽ സ്ട്രോങ് ആയില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാം, ഏത് സ്ഥലത്ത് വേണമെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഉള്ളിൽ നടക്കുന്ന സംഭവമാണ്. വെളിയിൽ നടക്കുന്ന ഒരു സംഭവവും അതിനെ ബാധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത്രയും പക്വത നമുക്ക് വേണം. അത്രയും പക്വത വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് ഫിഷ് മാർക്കറ്റിലും നടു റോഡിലും ഇരുന്ന് വേണമെങ്കിലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. അപ്പം ഈ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്താലേ മതി നമുക്ക് ആജ്ഞാചക്ര ആക്ടിവേറ്റ് ആകും. പിന്നെ അത് പെർഫെക്ഷനിലോട്ട് പൊയ്ക്കോളും, തന്നെത്താനെ പൊയ്ക്കോളും. നമ്മളൊന്നും ചെയ്യണ്ട, ഇതൊന്നും നമ്മൾ ചെയ്യണ്ട. മെഡിറ്റേഷനിൽ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഈ വേറൊരു കാര്യം, ഈ നാഡിശുദ്ധി, പ്രാണായാമം, ക്രിയായോഗം. ഈ ക്രിയായോഗം മഹാവതാർ ബാബാജി പറഞ്ഞു തന്നതാണ് ക്രിയായോഗം. ക്രിയായോഗത്തിന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്ത ഒരു സീക്രട്ടാണ് ഈ ക്രിയായോഗം. അപ്പോൾ ഈ ക്രിയായോഗം ചെയ്താലും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആജ്ഞാചക്രം ആക്ടിവേറ്റ് ആകും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് അറിഞ്ഞതും ഞാൻ പഠിച്ചതും കേട്ടതും മനസ്സിലാക്കിയതും. അതിനെ നിങ്ങളോട് പങ്കിടുന്നു. ഇത്രയും ക്ഷമയോട് കേട്ടതിന് നന്ദി. ഇനി നമ്മൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാവണം. നമ്മൾ എത്ര പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് ഇതൊക്കെ തുടങ്ങണം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. നന്ദി, നമസ്കാരം.